ബാംഗ്ലൂർ ഔത്തിയിലെ ഒരു മുന്തിരിപ്പാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. നിറം കൊണ്ടും രുചി കൊണ്ടും നാവിൽ വെള്ളമൂർന്ന ബാംഗ്ലൂർ ബ്ലൂസ് ആള് ചില്ലറക്കാരനല്ല. വർഷത്തിൽ 2 തവണ വിളവെടുക്കാവുന്ന ബാംഗ്ലൂർ ബ്ലൂസ് വൈൻ ഫാക്ടറികൾക്കും ജ്യൂസ് കടകൾക്കും ഏറെ പ്രിയപ്പെട്ട ഇനമാണ്. സീസൺ സമയങ്ങളിൽ കിലോയ്ക്ക് 5 രൂപ വരെ എത്തുമെങ്കിലും മാർക്കറ്റുകളിൽ 100 മുതൽ 180 രൂപ വരെയാണ് വിൽക്കുന്നത്. നിലവിൽ 25 രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. എന്നാൽ 35 രൂപ കിട്ടിയാൽ മാത്രമേ ലാഭകരമാകൂവെന്നാണ് ഇവർ പറയുന്നത്. This is the called as blue grapes of Bangalore. It is a very popular fruit in our surrounding like Bangalore, Devanahalli Taluk. It's cost 25 rupees per kg in today's price. At least price is 5 rupees, 2 rupees per kg. When the high price is, the demand is more, they will demand the price. No demand, they will increase to 5 rupees, 2 rupees per kg. Above the 35 rupees, we will get the profit. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സബ്സിഡികളോ സംസ്കരണ കേന്ദ്രങ്ങളോ ഇല്ലാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ಸರ್ಕಾರದಿಂದ ಯಾವುದೇ ಅನುದಾನ ಅನ್ನೋದೇನು ನಮಗೆ ಸಿಗ್ತಾ ಇಲ್ಲ. 250 ചെടികൾ ഉൾക്കൊള്ളുന്ന ഒരേക്കറിൽ പന്തയൊരുക്കുന്നതിനും വളമിടിയിലിനുമായി ചെലവാകുന്നത് 6 ലക്ഷത്തിലേറെയാണ്. മരുന്നുകൾക്കും മറ്റു കീടനാശിനികൾക്കുമായി വേറെയും. വിളവെടുപ്പിന് പാകമായ മുന്തിരിപ്പാടങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമാണ്. കാലാവസ്ഥ ഒന്ന് ചതിച്ചാൽ കർഷകരുടെ ഉള്ളിൽ തീയാണ്. മതിയായ ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല എന്നാണ് ഇവരുടെ പരാതി.